ഹേ ഗായ്സ്, വളരെ പോസിറ്റീവും വളരെ ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ളൊരു ന്യൂസാണ് രാവിലെ കേട്ടത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്ലാൻഡ് ഡ്രൂറിയിൽ ഏതാണ്ട് 130 ഏക്കറിൽ പുതിയൊരു ടൗൺഷിപ്പ് വരികയാണ്. ഇത് ന്യൂസിലാൻഡിലെ തന്നെ ഏറ്റവും വലിയ ഡെവലപ്പറായ കിവി പ്രോപ്പർട്ടിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അവർക്ക് ഏതാണ്ട് 750 ഏക്കറോളം സ്ഥലമാണ് അവിടെ ഉള്ളത്. അതിലൊരു 52 ഹെക്ടേഴ്സ്, അതായത് 130 ഏക്കറിലാണ് ഈ ഡെവലപ്മെൻറ്റ് മുഴുവൻ വരുന്നത്. അവിടെ വരാൻ പോകുന്നത് ഏതാണ്ട് സ്കൂളുകൾ വരുന്നുണ്ട്, ഹോസ്പിറ്റൽ വരുന്നുണ്ട്, അതിനൊപ്പം തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സും അതായിട്ട് വലിയൊരു പ്രസ്ഥാനമായിട്ടാണ് വരുന്നത്. ഏതാണ്ട് 3500 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറുന്നു. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോസ്കോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. കോസ്കോ ഏതാണ്ട് ഇവരയിൽ നിന്നും ഒരു 7 ഏക്കറോളം സ്ഥലം മേടിച്ചു കഴിഞ്ഞു. ഓൾറെഡി 16 ഏക്കറോളം സ്ഥലം മേടിച്ചു കഴിഞ്ഞു അവർ. അത് സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്നുള്ള ഒരു ലാൻഡാണ് മേടിച്ചിരിക്കുന്നത്. അത് അവർ പറയുന്നത് ഏതാണ്ട് അവർക്ക് ഒരു ഷോപ്പാണുള്ളത്. അവരുടെ കസ്റ്റമേഴ്സ് കൂടുതലും ഹാമിൽട്ടനും ഈ സൈഡിൽ നിന്നാണുള്ളത്. അതുകൊണ്ട് ഈ സൈഡിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ ബിസിനസ് കൂട്ടാം, അപ്പം ഞങ്ങൾ ഇവിടെയുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള മട്ടിലാണ് അവർ. അങ്ങനെ കോസ്കോ രണ്ടാമത് വരികയാണ്. അങ്ങനെ വലിയൊരു ന്യൂസിലൻഡിലെ ടൗൺ വരികയാണ്. അത് വളരെ നല്ലതാണ്. വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓക്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ക്രൗഡഡായി ബിൽഡിങ്ങുകളും വരുന്ന ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കൊക്കെയാണ് എല്ലാവർക്കും, അല്ലേ? അതൊന്ന് കുറയ്ക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. അത്രയും പോപ്പുലേഷൻ ഇവിടെ കൂടിക്കഴിഞ്ഞു. അപ്പം ഓക്ലാൻഡ് ടൗണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചി ടൗണൊക്കെ വളരെയാണ് കടലിൽ നിൽക്കുകയാണല്ലോ. കടലിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഡെവലപ്മെൻറ്റിന് സാധ്യതയില്ല. അതുകൊണ്ട് വളരെ സന്തോഷമുള്ളൊരു ന്യൂസാണ്. ഈ എക്കോണമി ഇങ്ങനെ പോയി നിൽക്കുമ്പോഴും ഇങ്ങനെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ന്യൂസിലാൻഡിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം ഒത്തിരി മാറ്റങ്ങളാട്ടോ വരാൻ പോകുന്നത്. ഇന്ന് വേറൊരു ന്യൂസ് കേട്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹോം ബയേഴ്സ് 27% കൂടുതലായി എന്ന് പറയണേ. വീട് മെഡിക്കലിലേക്ക് ഇറങ്ങി തിരിച്ചു. പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടില്ല, അവർ വെയിറ്റ് ചെയ്യാണ്. ഇനി കാണാൻ പോകുന്നത് പ്രോപ്പർട്ടി മാർക്കറ്റിന് വലിയൊരു ബൂം തന്നെ ഉണ്ടാവും. അപ്പം വലിയൊരു മാറ്റമാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം പിന്നെ ഞാൻ പറയുകയാണ്, പ്രോപ്പർട്ടി ആർക്കെങ്കിലുമൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കുക. പ്രോപ്പർട്ടി പ്രൈസൊക്കെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, പുതിയൊരു ഫ്ലാഷ് ന്യൂ ടൗൺ വരുന്നത്. ഏതാണ്ട് ഹേസ്റ്റിങ്സ് നേപ്പിയറിൻ്റെ സൈസുള്ള ഒരു ടൗണാണ് വരാൻ പോകുന്നത്. അത്രയും ഏരിയയിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ന്യൂസ് കേൾക്കാനായിട്ട് ഫോളോ ചെയ്യുക.